എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ചാനലിലൂടെ ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നത് ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല, ഞാൻ വായിച്ചിട്ടില്ല, ഒപ്പം ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള, ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അത് എത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ വിലയിരുത്തേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഏതായാലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് പലതും നമുക്ക് പഠിക്കാനുണ്ട്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് എന്ന് മാത്രമല്ല, ഓരോ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് പലതും പഠിക്കാനുണ്ട്. എൻ്റെ ജീവിതത്തിൽ നിന്നും നിങ്ങൾക്കും പലതും പഠിക്കാനുണ്ടാകും. അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെന്ന ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഈ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലോ ഒരു കാര്യം പറയാൻ പറ്റുമെന്ന വിശ്വാസം എനിക്കില്ല. ഓരോ മനുഷ്യനും ജീവിക്കുന്നതും ഓരോ മനുഷ്യനും ചിന്തിക്കുന്നതും ഓരോ മനുഷ്യൻ്റെയും കാഴ്ചപ്പാടുകളും ഒക്കെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉതകുന്ന രീതിയിൽ ഒരു കാര്യം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ആർക്കും സാധ്യമല്ല എന്നുള്ളതാണ് കാര്യം. ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറേ ആളുകൾക്ക് ഉപകാരപ്പെടും, കുറേ ആളുകൾക്ക് വിമർശനങ്ങൾ പറയാനുണ്ടാവും. ഏതായാലും എല്ലാവരും അവരവരുടേതായ രീതിയിൽ ചിന്തിച്ച് അവനവൻ്റെ ജീവിതത്തെ മനോഹരമാക്കാനാണ് ശ്രമിക്കേണ്ടത്. അവനവൻ്റേതായിട്ടുള്ള ശരികൾ കണ്ടെത്താൻ നമ്മൾ കേൾക്കുകയും കാണുകയും അറിയുകയും ഒക്കെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിൽ നിന്നും നമ്മുടേതായിട്ടുള്ള ഒരു ശരികൾ കണ്ടെത്തി മുന്നോട്ട് പോകാനാണ് ഓരോ മനുഷ്യനും ശ്രദ്ധിക്കേണ്ടത്. തീർച്ചയായിട്ടും നമ്മൾ കേൾക്കുന്നതെല്ലാം അപ്പാടെ സ്വീകരിക്കണമെന്ന നിർബന്ധമൊന്നുമില്ല. അത് നമ്മുടെ മനസ്സൊന്നുകൂടി ചിന്തിച്ച് ശരിയാണെന്ന് തോന്നുന്നത് സ്വീകരിക്കുകയും അല്ലാതെ പുറന്തള്ളുകയും ചെയ്യാം. ഞാൻ പറയുന്നത് ആർക്കെങ്കിലും ഉപകാരപ്പെടണമെന്ന ആഗ്രഹം മാത്രമേ തീർച്ചയായിട്ടും എനിക്കുള്ളൂ. ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നതും അതുപോലുള്ള ഒരു കാര്യമാണ്. എൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയ ഒരു അനുഭവത്തെ നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ള ഒരു ശ്രമമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടാലോ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ടാവും. ചിലപ്പോൾ ഈ നിമിഷവും പല കുറ്റപ്പെടുത്തലുകളും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. ഇനി അങ്ങോട്ടുള്ള ജീവിതയാത്രയിലും പല സാഹചര്യങ്ങളിലും കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വന്നേക്കാം. കാരണം ജീവിതം അങ്ങനെയൊക്കെയാണ്. ജീവിതം അങ്ങനെ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്ന ഒരു യാത്രയുടെ പേരല്ല. പല കണക്കുകൂട്ടലുകളും തെറ്റിപ്പോവും, പല വിശ്വാസങ്ങളും തെറ്റിപ്പോവും, നമ്മളെടുത്ത പല തീരുമാനങ്ങളും പിഴച്ചു പോവും. അപ്പോഴൊക്കെ സംഭവിക്കുന്നത് എന്താണ്? പരാജയമോ ഒരു വലിയ പ്രതിസന്ധിയോ ആയിരിക്കും, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ, വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള ആളുകൾ നമ്മളോടൊപ്പം ഉണ്ടാകണം എന്നൊരാഗ്രഹമാണ്. ഒന്ന് ചേർത്ത് പിടിക്കാൻ ആരെങ്കിലും ഒന്നുണ്ടായിരുന്നെങ്കിൽ, ആശ്വസിപ്പിക്കാൻ ആരെങ്കിലും ഒന്നുണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ഒരുപാട് വട്ടം കൊതിച്ചിട്ടുണ്ടാവും. പക്ഷേ സംഭവിക്കുന്നതും അനുഭവവും വ്യത്യസ്തമാണ്. നമുക്ക് കിട്ടുന്ന അനുഭവം എന്തായിരിക്കും? കുറ്റപ്പെടുത്തലുകളാണ്. നിന്റെ കയ്യിലിരിപ്പ് ശരിയല്ലാതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് പറയാനാണ് നമ്മുടെ സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും ശ്രമിക്കുക. മനുഷ്യൻ അങ്ങനെയാണ്. കുറ്റപ്പെടുത്തുവാനുള്ള അവസരങ്ങൾ കിട്ടിയാൽ, കളിയാക്കാനുള്ള അവസരങ്ങൾ കിട്ടിയാൽ, ഒരാളെ താഴ്ത്തിക്കെട്ടാനുള്ള അവസരങ്ങൾ കിട്ടിയാൽ അത് ഏറ്റവും മനോഹരമായി ആർത്തിയോടെ അത് സ്വീകരിക്കുന്ന, ആർത്തിയോടെ അത് കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ മാനസികാവസ്ഥകളെ ഒരിക്കലും നമുക്ക് മാറ്റം വരുത്താനാവില്ല. മാറ്റം എവിടെയാണ് നമുക്ക് കൊണ്ടുവരാനാവുക? നമ്മളിൽ മാത്രമാണ്, അല്ലെ? സ്വാഭാവികമായിട്ട് നമുക്ക് ചുറ്റുമുള്ള ആളുകളൊക്കെ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? നമ്മൾ ആദ്യം അതിനെ പ്രതിരോധിക്കും. നമ്മുടേതായിട്ടുള്ള ന്യായങ്ങൾ കണ്ടെത്തി നമ്മളത് പറയാൻ ശ്രമിക്കും. നമ്മുടെ സത്യസന്ധത അവരെ ബോധ്യപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ പറയുന്ന ഒരു കാര്യങ്ങൾക്കും ഒരു വിലയും, ഒരു പുല്ല് വിലയും ആരും നൽകില്ല. നമ്മളെ മനസ്സിലാക്കാൻ ആർക്കും കഴിയാത്ത ഒരു സമയത്തിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നുണ്ടാവുക. ഇവിടെയാണ് ഒരുപക്ഷെ നമ്മൾ മാനസികമായിട്ട് വലിയ തകർച്ചകൾ നേരിടുക. ഒരുപക്ഷെ ജീവിക്കണോ എന്ന് പോലും ചിന്തിക്കുന്ന നിമിഷത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടേക്കാം. കാരണം മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ എന്ന് പറയുന്നത് വല്ലാതെ വേദനാജനകമായ അവസ്ഥയാണ്. ഒരുപക്ഷെ അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. കുറ്റപ്പെടുത്തുമ്പോൾ അവർക്കത് മനസ്സിലാവണമെങ്കിൽ എന്തെങ്കിലും ഒരിക്കൽ മറ്റുള്ളവർ അയാളെ കുറ്റപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാവണം. അപ്പോഴാണ് കുറ്റപ്പെടുത്തിയവർക്ക് കുറ്റപ്പെടുത്തുന്നതിൻ്റെ വേദന ഇത്രത്തോളം വേദനാജനകമായിരുന്നു എന്ന് തിരിച്ചറിയാനാവുക. ഏതായാലും ഈ സമയത്തൊക്കെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾ അങ്ങോട്ടേക്ക് പ്രതിരോധിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് കൂടുതൽ കാര്യങ്ങൾ വഷളാവുന്നതിലേക്കാണ് നയിക്കുക.
അവർക്ക് കൂടുതൽ അറ്റാക്ക് ചെയ്യുവാനുള്ള അവസരമാണ് നമ്മൾ അവർക്ക് നൽകുന്നത്. നമ്മൾ ഈ ചില മൃഗങ്ങളെയൊക്കെ കണ്ടിട്ടില്ലേ? നമ്മളതിൻ്റെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ, നമ്മൾ അനങ്ങാതെ നിന്ന് കഴിഞ്ഞാൽ അതൊന്നും മിണ്ടാതിരിക്കും. നമ്മൾ ഓടുകയോ അല്ലെങ്കിൽ കൈകാലുകൾ അനക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മളെ അറ്റാക്ക് ചെയ്യും. ഈ മനുഷ്യനും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആളുകളുടെ മുന്നിൽ നമുക്ക് വളരെ സേഫ് ആകാനുള്ള ഏറ്റവും നല്ല വഴി എന്താണെന്നറിയോ? നിശബ്ദനായിട്ടിരിക്കുക എന്നുള്ളതാണ്. അങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്താൽ അതിനേക്കാൾ ശക്തമായി അവർ നമ്മളെ ആക്രമിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നിശബ്ദനായിരിക്കുക. മറ്റുള്ളവർ പറഞ്ഞു തീരാനുള്ളതൊക്കെ പറഞ്ഞു തീർന്ന് കടന്നു പോകട്ടെ. അവരുടെ മനസ്സിലുള്ള സന്തോഷങ്ങളൊക്കെ അവർ പറഞ്ഞു തീർക്കട്ടെ നമ്മളെ കുറ്റപ്പെടുത്തുന്നതിലൂടെ. അവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊന്നും മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും നല്ല വഴി. ആ നിശബ്ദത നമ്മളെ കുറെ കൂടി മികച്ച ഒരു മനുഷ്യനാക്കിയിട്ട് മാറ്റുന്നുണ്ട്. മികച്ച ഒരു വ്യക്തിയാക്കി നമ്മളെ രൂപപ്പെടുന്നുണ്ട്. നല്ല പക്വതയുള്ള ഒരാളാക്കി നമ്മളെ മാറ്റുന്നുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നിശബ്ദരായിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ആ നിശബ്ദതയിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് വേണം? ചിന്തിക്കാനാവണം. ഈ ഒറ്റ രാത്രി കൊണ്ട് ഈ ലോകം അവസാനിക്കുന്നില്ലെന്ന് തിരിച്ചറിയാനാവണം. ഈ ജീവിതം ഇവിടെ പൂർത്തിയാകുന്നില്ല എന്ന് മനസ്സിലാക്കാനാവണം. നാളെയും നേരം വെളുക്കും. നാളത്തെ പ്രഭാതത്തിൽ എനിക്ക് പലതും ചെയ്യാനുണ്ട് എന്ന തിരിച്ചറിവുണ്ടാകണം. കുറ്റപ്പെടുത്തിയവർക്ക് മറുപടി കൊടുക്കാൻ ബാക്കിയുള്ള ജീവിതം ഉപയോഗപ്പെടുത്തണമെന്ന ചിന്തയുണ്ടാവണം. ഏത് പ്രതിസന്ധിയിലും അവസരങ്ങളുടെ ഒരു വലിയ ലോകത്താണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനാവണം. എന്തുകൊണ്ടാണെന്നറിയോ? ഒരാൾ പരാജയപ്പെട്ടിടത്ത് നിന്ന് വിജയത്തിലേക്ക് യാത്ര ചെയ്തു തുടങ്ങുന്നത് ഇങ്ങനെയുള്ള മാനസിക വളർച്ച നേടിയെടുക്കുന്നതിലൂടെയാണ്. ആ മാനസിക വളർച്ച നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയണം. മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമ്പോഴും മറ്റുള്ളവർ കളിയാക്കുമ്പോഴും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് ചിന്തിക്കുവാനും ജീവിതത്തെ പ്രതീക്ഷയോടെ നോക്കിക്കാണുവാനും മികച്ച ഒരു വിജയത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് നീങ്ങാനും നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ അവനവൻ്റെ ജീവിതത്തെ മറ്റുള്ളവരുടെ മുന്നിൽ നിലവിലുള്ള സാഹചര്യത്തിനേക്കാൾ മികച്ച രീതിയിൽ അടയാളപ്പെടുത്തുവാനും വലിയ വിജയങ്ങൾ സ്വന്തമാക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. മനുഷ്യൻ്റെ ചിന്തകൾ വിശാലമാവട്ടെ, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ സുന്ദരമാവട്ടെ. അവിടെയാണ് ജീവിതത്തെ മനോഹരമായി രൂപപ്പെടുത്താനുള്ള അവസരം ഒരുങ്ങുന്നത്. എല്ലാവർക്കും അതിന് കഴിയട്ടെ. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.